ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 1-2 ഗോളുകൾക്കാണ് ബ്രസീൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടത്. 10 പേരായി ചുരുങ്ങിയ ഫ്രാൻസിനോട് സമനില പോലും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാം, റാഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയറും ഉൾപ്പെടെയുള്ള ഒരു പിടി മികച്ച താരങ്ങൾ ബ്രസീലിന് വേണ്ടി ഇറങ്ങിയിരുന്നു. പക്ഷേ വിനിയും റാഫീഞ്ഞയും ഒക്കെ മോശം പ്രകടനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. വിനീഷ്യസിന്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ബ്രസീലിന്റെ വിഖ്യാതമായ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ എത്തിയത്. നെയ്മർ ജൂനിയർ അണിയുന്ന ജേഴ്സിയാണ് 10-ാം നമ്പർ ജേഴ്സി. നെയ്മർ ഇല്ലെങ്കിൽ റോഡ്രിഗോയാണ് അത് അണിയാറുള്ളത്. ഇത്തവണ നെയ്മറും റോഡ്രിഗോയും ഇല്ല. അതുകൊണ്ടാണ് 10-ാം നമ്പർ ജേഴ്സി വിനീഷ്യസ് ജൂനിയർക്ക് ലഭിച്ചത്. ആ 10-ാം നമ്പർ ജേഴ്സിയിലാണ് വിനീഷ്യസ് ജൂനിയർ ഇറങ്ങിയത്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 18 തവണയാണ് അദ്ദേഹത്തിന്റെ പക്കലിൽ നിന്നും പന്ത് നഷ്ടപ്പെട്ടത്. അതായത് 18 തവണ പൊസഷൻ ലോസ്റ്റ് ആയ ഒരു താരം വിനീഷ്യസ് ജൂനിയർ ആണ്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പന്ത് നഷ്ടപ്പെടുത്തിയ താരം അത് വിനിയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 90 മിനിറ്റ് ആണ് അദ്ദേഹം കളിച്ചത്. ഗോളോ അസിസ്റ്റോ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 2 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു. പക്ഷെ ടാർഗറ്റിലേക്ക് ഒരൊറ്റ ഷോട്ട് പോലും ഇല്ല. 6 ഡ്രിബിളുകൾ നടത്തിയപ്പോൾ 2 ഡ്രിബിളുകൾ മാത്രമാണ് സക്സസ് ആയത്. ബാക്കി 4 പരാജയപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ 12 ഡുവലുകളിൽ 6 ഡുവലുകളാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. 3 ക്രോസുകൾ നൽകി, പക്ഷെ അതിൽ 1 പോലും ഫലം കണ്ടില്ല. 18 തവണ പൊസഷൻ ലോസ്റ്റ് ആവുകയും ചെയ്തു. ഇങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയറുടെ കണക്കുകൾ വരുന്നത്. നെയ്മറുടെ അഭാവത്തിൽ ബ്രസീലിനെ മുന്നിൽ നിന്നും നയിക്കേണ്ട താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. റയലിന് വേണ്ടി എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന വിനീഷ്യസ് ജൂനിയർക്ക് ബ്രസീലിയൻ ദേശീയ ടീമിൽ അതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തികച്ചും നിരാശാജനകമായ കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.